100 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബും ഒന്നുമല്ലാത്ത ഈ ഒരു കാലത്ത്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇന്ന് 100 കോടി ക്ലബ്ബിൽ ഒരുപാട് മലയാള സിനിമകൾ വരുന്നുണ്ട്, പാൻ ഇന്ത്യൻ സിനിമകൾ മലയാള സിനിമകളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ 100 കോടി ക്ലബ്ബും 200 കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നമ്മളുടെ കാല മലയാള സിനിമകളുടെ കോടികളുടെയും ലക്ഷങ്ങളുടെയും കണക്കിനെ കുറിച്ച്? അപ്പോൾ അങ്ങനെ ഒരു കണക്കുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് 2000 മുതൽ 2024 വരെ അതാത് വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം പെട്ടിയിലാക്കിയിട്ടുള്ള പടവും അതിൻ്റെ തുകയുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മൂവിയും അതിറങ്ങിയ വർഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ നേരിട്ട് പോവാം. 2000-ൽ നമ്മുടെ ലാലേട്ടൻ്റെ നരസിംഹമായിരുന്നു 22 കോടിയുമായി ആ വർഷത്തെ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറിയിരുന്നത്. 2001-ലും ലാലേട്ടൻ്റെ രാവണപ്രഭു തന്നെയായിരുന്നു റെക്കോർഡ് കളക്ഷൻ. 17 കോടിയാണ് ആ വർഷത്തെ ഹയസ്റ്റ് റെക്കോർഡ് കളക്ഷൻ എന്ന് പറയുന്നത്. 2002-ലായിക്കോട്ടെ മീശമാധവനായിരുന്നു ഹയസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത്. 19 കോടിയാണ് മീശമാധവൻ ആ ഒരു വർഷം നേടിയത്. 2003-ലായിക്കോട്ടെ ബാലേട്ടനായിരുന്നു, ലാലേട്ടൻ്റെ ബാലേട്ടൻ 14 കോടിയാണ് ആ വർഷം നേടിയിരുന്നത്. 2004-ൽ സേതുരാമയ്യറായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്. നമ്മുടെ മമ്മൂക്കയുടെ 16 കോടിയായിരുന്നു മമ്മൂക്കയുടെ സേതുരാമയ്യർ CBI എന്ന പടം നേടിയിരുന്നത്. 2005-ലായിക്കോട്ടെ രാജമാണിക്യം, മമ്മൂട്ടിയുടെ അടുത്ത പടം രാജമാണിക്യമാണ് 25 കോടി നേടി ആ വർഷത്തെ ടോപ്പ് കളക്ഷൻ ആയിരുന്നത്. 2006-ൽ സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു 24 കോടിയോടെ ആ വർഷത്തെ റെക്കോർഡ് കളക്ഷനായി മുന്നേറിയിരുന്നത്. 2007-ൽ തിരിച്ചും നമ്മുടെ മമ്മൂക്ക മായാവിയിലൂടെ 15 കോടിയുമായി ആ വർഷത്തെ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറി. 2008-ലായിക്കോട്ടെ അമ്മയുടെ ഭാഗമായിട്ട് ഇറങ്ങിയിരുന്ന 2020 32 കോടിയോടെ ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷനുള്ള മൂവിയായി മാറിയിരുന്നു. 2009-ൽ മമ്മൂക്കയുടെ പഴശ്ശിരാജ, കേരളവർമ്മ പഴശ്ശിരാജ 21 കോടിയുമായി മുന്നേറിയിരുന്നു. 2010-ലും മമ്മൂക്കയുടെ പോക്കിരിരാജ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരുന്ന മലയാളം മൂവി. 16.5 കോടിയായിരുന്നു ആ വർഷത്തെ മികച്ച കളക്ഷൻ എന്ന് പറയുന്നത്. 2011-ൽ ലാലേട്ടനും സുരേഷ് ഗോപിയുമായിട്ടുള്ള കൈകോർത്ത ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ 28 കോടിയായിരുന്നു ആ വർഷത്തെ റെക്കോർഡ് കളക്ഷൻ. 2012-ൽ ദിലീപിൻ്റെ വേറിട്ട കഥാപാത്രമായി വന്നപ്പോൾ മായാമോഹിനി നേടിയിരുന്നത് 22 കോടിയായിരുന്നു. 2013-ലായിക്കോട്ടെ ദൃശ്യത്തിൽ ലാലേട്ടൻ അക്കാലത്തെ ഏറ്റവും മികച്ച റെക്കോർഡ് കളക്ഷനായിട്ടുള്ള 62 കോടിയായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. 2014-ലായിക്കോട്ടെ ബാംഗ്ലൂർ ഡേയ്സ് എന്ന വ്യത്യസ്ത ഒരു മൂവിയുമായി 45 കോടിയുമായി 2014-ലെ മികച്ച കളക്ഷനുമായി ബാംഗ്ലൂർ ഡേയ്സ് മുന്നേറിയിരുന്നു. 2015-ൽ മലർ മിസ് എന്ന വ്യത്യസ്ത കഥാപാത്രമായി ആ വർഷത്തെ റെക്കോർഡ് കളക്ഷനുമായി 73 കോടി പ്രേമമായിരുന്നു മുന്നേറിയിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. 2016-ൽ മലയാളത്തിലെ അക്കാലത്തെ ഏറ്റവും മികച്ച കളക്ഷനായിട്ടുള്ള 182 കോടിയുമായി ലാലേട്ടൻ്റെ പുലിമുരുകൻ അങ്ങ് ഞെട്ടിച്ചു. 2017-ലായിക്കോട്ടെ ദിലീപിൻ്റെ 55 കോടിയുമായി രാംലീലയായിരുന്നു ആ വർഷത്തെ മികച്ച റെക്കോർഡ് കളക്ഷനായി മുന്നേറിയിരുന്നത്. 2018-ലായിക്കോട്ടെ കായംകുളം കൊച്ചുണ്ണിയുമായി നിവിൻ പോളി 55 കോടിയോടുകൂടി ആ വർഷത്തെ ഏറ്റവും മികച്ച കളക്ഷനും നേടിയിരുന്നു. 2019-ൽ വീണ്ടും മലയാളത്തിൽ നിന്ന് ഒരു 100 കോടിയുമായി ലൂസിഫറിലൂടെ നമ്മുടെ ലാലേട്ടൻ ആ വർഷത്തെ 126 കോടിയുമായി 2019-ലെ മികച്ച കളക്ഷൻ നേടിയിരുന്നു. 2020-ലായിക്കോട്ടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറുമായി കുഞ്ചാക്കോ ബോബൻ 5-ാം പാതിരയിൽ 50 കോടിയുമായി 2020-ന്റെ റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു. 2021-ൽ നമ്മുടെ ദുൽഖർ സൽമാൻ, നമ്മുടെ DQ 81 കോടിയുമായി കുറുപ്പ് എന്ന മൂവിയിലൂടെ ആ വർഷത്തെ മികച്ച കളക്ഷൻ നേടിയിരുന്നു. 2022-ൽ ഭീഷ്മ എന്ന പടത്തിലൂടെ നമ്മുടെ മമ്മൂക്ക 85 കോടിയുമായി ആ വർഷത്തെ റെക്കോർഡ് കളക്ഷൻ നേടിയിരുന്നു. 2023-ൽ പ്രളയത്തെ പ്രമേയമാക്കി ടൊവിനോയുടെ 2018 176 കോടിയുടെ അതുവരെയുള്ള റെക്കോർഡ് കളക്ഷനുമായി മുന്നേറിയിരുന്നു. അതെല്ലാം വെട്ടിച്ചുകൊണ്ട് 2024-ൽ മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് 242 കോടിയുമായി ഇതുവരെയുള്ള മലയാളത്തിലെ റെക്കോർഡ് കളക്ഷനുമായി മുന്നേറുന്നു. ഈ സിനിമകളൊക്കെയാണ് 2000 മുതൽ 2024 വരെ അതാത് വർഷത്തിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് കളക്ഷനുമായി ആ വർഷം മുന്നേറിയിരുന്ന പടങ്ങൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സിനിമയും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രത്തിൻ്റെ സിനിമ ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക.